السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن دعا بدعوته واتبع بسنته واقتدى بقدوته ونصح لأمته إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വേദിയിലിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖാമത്തുദ്ദീൻ എന്ന തലവാചകത്തിന് കീഴിലാണ് കുറച്ച് സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സെഷനിലൂടെ അല്ലെങ്കിൽ ഈ സംസാരത്തിലൂടെ നടക്കേണ്ടത് ഈ വിഷയം നിങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു വലിയ വിഷയം ഒരു വലിയ സദസ്സിൽ കുറഞ്ഞ സമയത്ത് അതിൻ്റെ പഠന സ്വഭാവത്തിൽ പരിപൂർണമായും അതിനോട് നീതി പുലർത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. ലഭ്യമായ സമയത്തിനകത്ത് പ്രസക്തം എന്ന് തോന്നുന്ന ചില വശങ്ങളിലൂടെ കടന്നു പോകാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഓരോ പോയിന്റും നമ്മൾ വികസിപ്പിക്കേണ്ടി വരും. കാരണം അത് വിസ്തരിച്ച് അവതരിപ്പിക്കാൻ 1 മണിക്കൂറിൻ്റെ വിസ്തൃതിക്കകത്ത് സാധ്യമല്ല. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രസ്ഥാനം ഇഖാമത്തുദ്ദീനിനെ സംബന്ധിച്ച് ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു സ്വതന്ത്രമായ അവതരണം നടത്തുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത്രയും മുഖവുര പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ വിഷയത്തിലേക്ക് ഇതിനോടൊപ്പം ഉണ്ടാകണം. കാര്യങ്ങൾ എല്ലാവർക്കും പിന്തുടരാൻ പറ്റുന്ന വിധം അത്ര വലിയ ഒരു ആവേശ പ്രസംഗമല്ലാതെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തോടൊപ്പം ഉണ്ടാകണം, ഇതിൻ്റെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇഖാമത്തുദ്ദീൻ എന്ന വാചകം എന്ന പ്രയോഗം നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടനയിൽ അതിൻ്റെ ലക്ഷ്യമായി എഴുതി ചേർത്തിട്ടുള്ളതാണ്. ഇഖാമത്തുദ്ദീൻ എന്ന പ്രയോഗത്തിൽ 2 വാചകങ്ങളാണുള്ളത്. ഒന്ന് ഇഖാമത്ത്, മറ്റൊന്ന് അദ്ദീൻ. കുറഞ്ഞ വർത്തമാനം ഇതിനെ രണ്ടിനെയും സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാകാം ഒരു പക്ഷേ ഇതുപോലെയുള്ള ഒരു സദസ്സിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് നന്നാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഖാമത്ത് എന്ന് പറയുന്നത് അറബിയിൽ നമുക്ക് സുപരിചിതമാണ്. അഖാമ യുഖീമു ഇഖാമത്ത്. ഇഖാമത്ത് എന്നൊരു വസ്തുവിനെ കുറിച്ച്, ഒരു പദാർത്ഥത്തെ, ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഇഖാമത്ത് എന്ന് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാൻ ഭാഷാ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇപ്പൊ ഒരു മരത്തിന്റെ ഒരു കമ്പ് നാട്ടി നിർത്തി അത് മറിഞ്ഞു വീണു, അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് അഖാമൽ ഊദു എന്നാണ് അറബിയിൽ പറയുക. ഇപ്പൊ ക്രിക്കറ്റിന്റെ സ്റ്റംപ് അതുപോലെ എന്തോ ഒരു സാധനം, ഇതെന്തോ കാരണത്താൽ മറിഞ്ഞു വീണു, ഒരാൾ വന്നിട്ട് അത് പൂർവ്വസ്ഥിതിയിൽ നാട്ടി നിർത്തുന്നതിന് അഖാമ എന്ന് പ്രയോഗിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗഫിൽ നിങ്ങൾക്ക് കാണാം, ഫവജദ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖല്ല ഫഅഖാമ. ആ 2 എന്ന് ഖിളുറും മൂസാ നബി അലൈഹിസ്സലാമും കൂടി നടന്നു പോകുമ്പോൾ ഫവജദ, അവർ 2 പേരും കണ്ടു, ഫീഹ അവിടെ ജിദാറൻ ഒരു മതിൽ, യുരീദു അൻ യൻഖല്ല നിലംപൊത്താനായ അല്ലെങ്കിൽ തകർന്നടിഞ്ഞ, ഫഅഖാമഹു അവരതിനെ പൂർവ്വസ്ഥിതിയിലാക്കി. അപ്പൊ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അറബിയിൽ സാധാരണ പറയും കാന സൈദുൻ ഖാഇദൻ ഫഅഖാമഹു, കാന അംറുൻ ഖാഇദൻ ഫഅഖാമഹു സൈദുൻ. അംറ് ഇരിക്കുകയായിരുന്നു, അപ്പോൾ അയാളെ സെയ്ദ് എഴുന്നേൽപ്പിച്ചു.
എഴുന്നേൽപ്പിച്ച് ഇരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതിന് അക്കാമ എന്ന് പ്രയോഗിക്കും ഭാഷയിൽ. അപ്പൊ അക്കാമ എന്ന പ്രയോഗം ഒരു പദാർത്ഥത്തെ സംബന്ധിച്ചാകുമ്പോൾ, ഒരു വസ്തുവിനെ സംബന്ധിച്ചാകുമ്പോൾ ഇപ്രകാരമാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത്. എങ്ങനെയാണോ അത് മുമ്പുണ്ടായിരുന്നത് അതേ സ്ഥിതിയിലാക്കലാണ്. ആശയത്തെ സംബന്ധിച്ചാകുമ്പോഴോ, ആശയത്തെ സംബന്ധിച്ച് അക്കാമ എന്ന് പ്രയോഗിക്കുന്നതിന്റെ ഏറ്റവും സുപരിചിതവും ജനകീയവുമായ പ്രയോഗം ഇഖാമത്തു സ്വലാത്ത് എന്നതാണ്. ഇഖാമത്തു സ്വലാത്ത് എന്നത് നമുക്ക് സുപരിചിതമായതാണ്. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കലാണ്, നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കലാണ്, നമസ്കാരത്തിന് സംവിധാനം ഉണ്ടാക്കലാണ്, നമസ്കാരം ഗൗരവത്തോടെ നടത്താൻ ജനങ്ങളെ ബോധവൽക്കരിക്കലാണ്, നമസ്കാരത്തിന് അനുകൂലമായി ജനാഭിപ്രായം സ്വരൂപിക്കലും നമസ്കാരത്തിൽ നിന്ന് ജനങ്ങളെ തടയാനിടയുള്ള ഘടകങ്ങളെ പ്രതിരോധിക്കലുമാണ്. എല്ലാം കൂടിയാണ്. അങ്ങനെ പോയി എവിടെ വരെ എത്തി? നിങ്ങൾ സൊഫുകൾ ശരിയാക്കി നിൽക്കണം. പള്ളിക്കാട്ടിൽ മീസാങ്കല്ല് നിൽക്കും പോലെ നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, സുഫൂഫക്കും, നിങ്ങളുടെ സൊഫുകൾ നിങ്ങൾ നേരെയാക്കണം. കാരണം സൊഫുകൾ ശരിയാവുക എന്നത് ഇഖാമത്തു സ്വലാത്തിന്റെ ഭാഗമാണ്. അള്ള പറഞ്ഞത് നമസ്കരിക്കണം എന്നല്ല, പിന്നെയോ അള്ള പറഞ്ഞിട്ടുള്ളത് നമസ്കാരം നിലനിർത്തണം എന്നാണ്. അഖിമിസ്സലാ എന്നാണ്. ആ ഇഖാമത്തു സ്വലാത്തിന്റെ ഭാഗമാണ് സൊഫുകൾ കുറ്റമറ്റതാവുക എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് പറയുമ്പോൾ നമസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല ഇഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അതിന്റെ ആശയമാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ മഴ പെയ്യുന്ന ഒരു 40 ദിവസം അള്ളാഹുവിന്റെ വിധികൾ നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹദീസ് തുടങ്ങുന്നത്. ഭൂമിയിൽ പ്രയോഗവൽക്കരിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഹദ്ദുകൾ, വിധികൾ നടപ്പിലാക്കപ്പെടുന്ന ഒരൊറ്റ ദിവസം എന്ന് പറയുന്നത് 40 ദിവസം പ്രഭാതത്തിൽ മഴ പെയ്യുന്നതിനേക്കാൾ അനുഗ്രഹീതമാണ്. അറബികൾക്ക് മഴ ഒരു കിട്ടാക്കനിയും അപൂർവമായ ഒരനുഭവമാണ്. അതുകൊണ്ടാണ് ഹദീസിന്റെ ആശയം. നമുക്ക് രാവിലെ 40 ദിവസം രാവിലെ മഴ എന്ന് പറയുന്നത്, എത്ര വെള്ളക്ഷാമം ഉണ്ടായാലും ഒരു 2 മഴ പെയ്യുമ്പോഴേക്ക് മഴയെ ക്ഷമിക്കുന്നവനാണ് മലയാളി. അതല്ല, നമ്മളുടെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവില്ല. ഹദീസിന്റെ പോയിന്റ് ഇതാണ്. ഭൂമിയിൽ ഹദ് നടപ്പിലാക്കപ്പെടുന്ന ഒരവസ്ഥ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ ഒരു ആശയത്തെ സംബന്ധിച്ചാകുമ്പോൾ ആ ആശയം പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരിക, പ്രയോഗവൽക്കരിക്കുക എന്നാണ് ഇഖാമത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഖാമത്ത് എന്ന വാക്കിന്റെ ഭാഷയിലെയും ഭാഷാപരമായ അതിന്റെ ഒരു ചെറിയ വിശകലനമാണ് ഞാൻ നടത്തിയത്. കുറെ കൂടി വിസ്തരിച്ചു വേണമെങ്കിൽ അതിൽ നമുക്ക് പഠനം പിന്നീട് ഓരോരുത്തർക്കും വികസിപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഭാഗം അദ്ദീൻ എന്നതാണ്. അദ്ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു സാങ്കേതിക പ്രയോഗമാണ്. അദ്ദീൻ എന്ന് പറയുന്നതിന് ഒരൊറ്റ അർത്ഥമല്ല. ആ അദ്ദീൻ എന്ന അറബി വാക്കിന്, ദീൻ എന്ന അറബി പദത്തിന് ഭാഷയിൽ പ്രധാനപ്പെട്ട 4 അർത്ഥങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ ഇനം അർത്ഥം കഹ്ർ വലബത്ത് എന്നതാണ്. ആധിപത്യം, മേധാവിത്വം എന്നൊക്കെയാണ് ദീൻ എന്നതിന്റെ ഒരർത്ഥം. ദീൻ എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം അതിന്റെ നേരെ വിപരീത വശമാണ്, അനുസരണം, വിധേയത്വം. ദീൻ എന്നതിന്റെ മൂന്നാമത്തെ അർത്ഥം വ്യവസ്ഥ, കാനൂൻ, നിലാം, വ്യവസ്ഥ എന്നാണ്. ദീൻ എന്നതിന്റെ 4ാമത്തെ അർത്ഥം പ്രതിഫലം എന്നാണ്. ഈ 4 അർത്ഥവും കൂടിയ ഒരാശയം, ഈ 4 അർത്ഥവും കൂടി ചേർന്നുണ്ടാകുന്ന ഒരാശയ പ്രപഞ്ചത്തെയാണ് ഖുർആൻ അദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു സാങ്കേതിക പ്രയോഗം എന്ന നിലക്ക് അദ്ദീൻ എന്ന് പ്രയോഗിച്ചപ്പോൾ ഇതിലെ ഏതോ ഒരർത്ഥമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലെ 4 അർത്ഥവും കൂടിയ ഒരാശയമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ അദ്ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം ആകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ അദ്ദീൻ എന്ന് സ്വതന്ത്രമായി അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് അൽ ഇസ്ലാമിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് ആയത്തിന്റെ അർത്ഥം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ അദ്ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം ആകുന്നു. ഞാൻ അങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പല അർത്ഥവും പറയാം. ഏറ്റവും അതിന്റെ ഘടനയോട് നീതി പുലർത്തുന്ന ഒരാശയമാണ്, ഒരു പരിഭാഷയാണ് ഞാൻ ഈ നടത്തിയത്. അപ്പൊ അദ്ദീൻ എന്ന് പറയുന്നത് ഈ 4 അർത്ഥവും കൂടിയതാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഏതോ ഒരു ശക്തിയുടെ ആധിപത്യവും മേധാവിത്വവും അംഗീകരിക്കുക. ആധിപത്യം എന്നതാണ്, മേധാവിത്വം എന്നൊക്കെയാണ് ഒന്നാമത്തെ അർത്ഥം. അപ്പൊ ഒരു ശക്തിയുടെ മേധാവിത്വവും ആധിപത്യവും നമ്മൾ അംഗീകരിക്കുക. എന്നിട്ട് ആ ശക്തിയെ അനുസരിക്കാൻ, അതിന് വിധേയമാകാൻ നമ്മൾ സമ്മതിക്കുക, തീരുമാനിക്കുക. രണ്ടാമത്തെ അർത്ഥം അനുസരണം, വിധേയത്വം എന്നതാണ്. അങ്ങനെ ആ ശക്തിക്ക് വിധേയമാകുന്നത് ഇതിലൂടെ ആ ശക്തിയുടെ നിയമം നമ്മുടെ ജീവിത വ്യവസ്ഥയായി നമ്മൾ സ്വീകരിക്കുക.
അങ്ങനെ നിലകൊള്ളുന്നതിൽ ആ ശക്തി നമ്മെ കടാക്ഷിക്കുമെന്നും അങ്ങനെ നിലകൊണ്ടില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുമെന്നും ഭയപ്പെടുകയും മോഹിക്കുകയും ചെയ്യുക. ഈ നിലപാട് ആരുടെ മുമ്പിൽ എടുക്കുന്നുവോ അയാൾ ആ ദീനിലാണ്. ഇതാണ് കുത്തുബാത്തിൽ സയ്യിദ് മൗദൂദി ദീനിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള സമഗ്രമായ ഒരു വിശകലനത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന രക്തചുരുക്കം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. വിസ്തരിച്ച് നിങ്ങൾക്ക് ഏത് പുസ്തകവും നോക്കാം, അതിലൊക്കെ ഇതിന്റെ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. അറബി മലയാളത്തിൽ തന്നെ സയ്യിദ് മൗദൂദിയുടെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പുസ്തകമുണ്ട്. ഉറുദു അറിയുന്നവർക്ക് ഖുർആനി ഇസ്തിലാഹാത്ത് ഔർ ഉലമാഎ സലഫ് വ ഖലഫ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഹാമിദ് അലി അവர்களுടെ ഒരു പ്രൗഢമായ സാമാന്യം നല്ല ബൃഹത്തായ ഒരു പഠനമുണ്ട്. അതിലൊക്കെ ഈ ആശയം വിശദമായി കിട്ടുന്നതാണ്. അതിലേക്ക് കടക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. അപ്പോൾ നമ്മൾ ദീനിൽ അള്ളാഹുവിന്റെ ദീനിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിച്ച് അനുസരണം പരിപൂർണമായും അവനാക്കി അവന്റെ വ്യവസ്ഥ നമ്മുടെ ജീവിത വ്യവസ്ഥയായി നമ്മെ തൃപ്തിപ്പെട്ട് അങ്ങനെ നിലകൊള്ളുന്നതിൽ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുമെന്നും അങ്ങനെ നിലകൊള്ളാതിരുന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാകുമെന്നും ഭയന്നും ആഗ്രഹിച്ചും നിലകൊള്ളുന്നതിനാണ് അള്ളാഹുവിന്റെ ദീനിൽ ചേരുക എന്ന് പറയുന്നത്. അപ്പൊ ആ ദീനിനെയാണ് നമ്മളിവിടെ അദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു കേവല മതമല്ല. ഇതിലെല്ലാം ഈ പറഞ്ഞ ഒരു പദ്ധതിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ സംവിധാനത്തിന്റെ അധിപൻ അല്ലാഹുവാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ യഥേഷ്ടം ആയത്തുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വ അൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി ഹദായിക ദാത ബഹ്ജത്തിൻ മാ കാന ലക്കും അൻ തുംബിതു ശജറഹ അ ഇലാഹു മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله قليلا ما تذكرون. 5 ആയത്തുകൾ ഇതേ സ്വഭാവത്തിൽ അടുത്തടുത്ത് നിങ്ങൾക്ക് കാണാം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ നേരത്തെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ജമ്മും കസറുമായുള്ള നമ്മുടെ നമസ്കാരത്തിന് ശേഷം കുറഞ്ഞ വാചകങ്ങളിൽ നമ്മുടെ ഒരു സഹോദരൻ ഖുർആൻ പഠനത്തെയും ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെയും പറ്റി പറഞ്ഞത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ചിന്തയുടെയും നമ്മുടെ പഠനത്തിന്റെയും നമ്മുടെ ഗവേഷണത്തിന്റെയും അസ്ഥിവാരമായിട്ട് വിശുദ്ധ ഖുർആനാകാതെ ഇഖാമത്തുദ്ദീനിന് വേണ്ടിയുള്ള ഒരു വിഭവ സമാഹരണവും ഒരു ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ആകാശം എന്ന് പറയുമ്പോൾ എത്ര വിശാലതയുണ്ടോ അത്രയും വിശാലതയോടുകൂടി ആകാശത്തെ സൃഷ്ടിച്ചത് ആര്? അതാണ് അള്ളാന്റെ ചോദ്യം. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വ അൻസല ലക്കും മിനസ് സമാഇ മാഅൻ, അങ്ങനെ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ്? ഫഅംബത്നാ ബിഹി ഹദായിക ദാത ബഹ്ജത്തിൻ, അങ്ങനെ ആ മഴ മൂലം ചേതോഹരമായ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? നിങ്ങൾ ആര് വിചാരിച്ചാലും അങ്ങനെ ഒരു വൃക്ഷത്തെ മുളപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇലാഹു മഅല്ലാഹ്, ഈ കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ അള്ളാഹുവിനോടൊപ്പം വേറെ വല്ല ഇലാഹുമുണ്ടോ? ഒമൻ ജഅലൽ അർള ഖറാറൻ, ആരാണ് ഭൂമിയെ വാസയോഗ്യമാക്കിയത്? വജഅല ഖിലാലഹാ അൻഹാറൻ, അതിന്റെ നടുവിലൂടെ പുഴ ഒഴുക്കിയത് ആരാണ്? വജഅല ലഹാ റവാസിയ, അതിന്റെ മുകളിൽ അത് ആടിയുലയാതിരിക്കാൻ പർവ്വതങ്ങളെ കൊണ്ട് നങ്കൂരമിടിപ്പിച്ചത് ആരാണ്? വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, 2 സമുദ്രങ്ങൾക്കിടയിൽ മറ സൃഷ്ടിച്ചത് ആരാണ്? ഇലാഹു മഅല്ലാഹ്, ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിറവേറ്റുന്നതിൽ ഏതെങ്കിലും അല്ലാഹുവല്ലാത്ത വേറെ വല്ല ഇലാഹുമുണ്ടോ? ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമേ ബുദ്ധി പ്രയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെ 5 ആയത്തുകൾ അടുത്തടുത്ത് കാണാം സൂറത്തുൻ നംലിൽ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാൻ വേണ്ടി ഇത്രയും പറഞ്ഞതാണ്. എന്റെ വിഷയം ഇത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാലും തലയുമില്ലാതെ ഞാനാണ് ഇലാഹ് എന്ന് പറയുകയല്ല, മറിച്ച് ഈ പ്രപഞ്ച വ്യവസ്ഥിതി വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. സൂര്യൻ ഉദിക്കാൻ നിശ്ചയിച്ച സമയത്ത് നമുക്ക് വളരെ നേരത്തെ തന്നെ പ്രവചിക്കാൻ പറ്റും എന്നാണ് സൂര്യഗ്രഹണം, എന്നാണ് ചന്ദ്രഗ്രഹണം. ഉദയവും അസ്തമയവും ഒക്കെ ഓരോ പ്രദേശത്തിന്റെയും കണക്ക് വെച്ച് അച്ചടിച്ച് നമ്മൾ എല്ലാ ഭാഷയിലും എല്ലാ നാട്ടിലും എല്ലാവരും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഗതി അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. നമ്മളെ തീവണ്ടി ടൈം പോലെ ലിസ്റ്റിൽ ഒരു സമയവും പ്രയോഗത്തിൽ വേറൊരു സമയവും ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായൊരു വ്യവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഈ പ്രപഞ്ചത്തിന്റെ അധിപന്റെ പരമാധികാരം പൂർണ്ണ മനസ്സാംഗീകരിച്ച് അവന്റെ നിയമസംഹിത എന്റെ നിയമസംഹിതയാക്കി അങ്ങനെ അവന് പരിപൂർണമായും വിധേയമായി അങ്ങനെ നിലകൊള്ളുന്നതിലാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ ക്ഷേമവും ഐശ്വര്യവുമെന്നും അങ്ങനെ ഞാൻ നിലകൊള്ളാതിരുന്നാൽ ഇവിടെയും അവിടെയും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും ഒരാളൊരു നിലപാടെടുത്താൽ അയാളാണ് അള്ളാഹുവിന്റെ ദീനിൽ. ഇതാണ് അദ്ദീൻ.
നാലർത്ഥവും കൂടിയിട്ടുള്ള ഒരാശയ പ്രപഞ്ചമാണത്. ആ ദീനിന്റെ ഇക്കാമത്തിനെ പറ്റിയാണ് ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശൂറയിൽ ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ കബ്റ അലൽ മുശ്രികീന മാ തദഊഹും ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്ത് നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. ഏതാണ്ട് എല്ലാ ജമാഅത്തുകാരും ജമാഅത്ത് പ്രവർത്തകരുടെ അനുഭാവികളും ഈ ആയത്ത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പഠിക്കേണ്ടത് തന്നെയാണ്. ശറഅ ലക്കും മിനദ്ദീനി, ദീനിൽ നിന്ന് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ശറഅ എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ്. ശാരിഅ എന്ന് പറഞ്ഞാൽ ലോ ഗിവർ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം. അപ്പൊ നിയമ നിർമ്മാതാവ് എന്നാണ്. അപ്പൊ ശറഅ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നോ ആഗ്രഹിച്ചു എന്നോ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നോ അല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ മേൽ നിയമമാക്കിയിരിക്കണം. എന്ത്? ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ. ഇത് സംഘടിത സമൂഹത്തിലേക്ക് വന്ന പ്രഥമ പ്രവാചകനായ നൂഹിന്റെ പദ്ധതിയാണ്. ആദം നബി അലൈഹി സ്വലാമിനെ ഒരു കുടുംബനാഥൻ എന്ന് പറയാനേ പറ്റൂ. ഒരു ജനതയായത് വളർന്നിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകത നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം, ചരിത്രപരമായി നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ലോകത്തിലെ ഒരു ജനതയിലേക്ക് വന്ന പ്രഥമ പ്രവാചകനാണ്. ആ പ്രഥമ പ്രവാചകന്റെ പദ്ധതി ഈ ഇഖാമത്തുദ്ദീൻ ആയിരുന്നു എന്നാണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ. നൂഹ് നബി അലൈഹി സ്വലാമിനോട് ഇത് ഉത്ബോധിപ്പിച്ചു, നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വമാ വസ്സൈനാ ബിഹി വമാ വസ്സൈനാ ഇലൈക, താങ്കൾക്ക് ഇപ്പോൾ താങ്കളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യവും അതാണ്. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ, ഇബ്രാഹിം, മൂസ, ഈസ എന്നീ പ്രവാചകന്മാർക്കും നിയമമാക്കിയ കാര്യം, ഇത് നിർദ്ദേശിക്കപ്പെട്ട നിയമമാക്കിയ കാര്യം ഇതാണ്. അൻ അഖീമുദ്ദീൻ, നിങ്ങൾ ഈ ദീനിനെ സ്ഥാപിക്കണം. വലാ തതഫറഖു ഫീഹി, അതിൽ ഭിന്നിക്കരുത്. അപ്പോ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദ്ധതി മാത്രമായിരുന്നില്ല. ചരിത്രത്തിൽ ശ്രദ്ധേയരായ സ്ഥാനമുള്ള ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാർ, ആ പഞ്ചമഹാപ്രവാചകന്മാരുടെ പേരുകൾ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൻ അഖീമുദ്ദീൻ, ഈ ദീനിന്റെ സംസ്ഥാപനം ആണ് നിങ്ങളുടെ ജീവിത ദൗത്യം. ഈ 5 പ്രവാചകന്മാരെ ഇങ്ങനെ പരാമർശിച്ചതിൽ ഒരുപാട് പഠന വിധേയമായ കാര്യങ്ങളുണ്ട്. ലോകത്ത് നിലവാരമുള്ള സാംസ്കാരിക നാഗരിക സമൂഹങ്ങളുടെ വേരുകൾ എവിടെ നിന്ന് തുടങ്ങുന്നു? നമുക്ക് സുമേറിയൻ സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ലോകത്തിലെ വളരെ ആഴത്തിൽ നാഗരികതകളുടെയും സംസ്കാരങ്ങളുടെയും ബീജാഭാവം എവിടെ നിന്ന് ആരംഭിച്ചോ ആ മർമ്മസ്ഥാനങ്ങൾ നിലകൊണ്ടത് ഇഖാമത്തുദ്ദീൻ എന്ന ദൗത്യവുമായിട്ടാണ് എന്നാണ് ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം. ഒരുപാട് അർത്ഥങ്ങൾ, പല പഠനവും നമുക്കതിൽ നടത്താം. ഞാനിപ്പോൾ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ പോയാൽ ചർച്ച ആ വഴിയെ അങ്ങനെ ആയിത്തീരും എന്നതുകൊണ്ട് മാത്രം. അപ്പോ 5 പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഈ 5 പ്രവാചകന്മാർക്കും പൊതുവിൽ യോജിപ്പുള്ള കാര്യം എന്തോ അത് നടപ്പിലാക്കുക എന്നല്ല ഇഖാമത്തുദ്ദീൻ. അങ്ങനെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഈ 5 പ്രവാചകന്മാർക്കും പൊതുവിൽ യോജിപ്പുള്ള കാര്യം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. അതുകൊണ്ട് അത് സ്ഥാപിച്ച് നിലനിർത്തലാണ് ഇഖാമത്തുദ്ദീൻ എന്ന ഒരു വക്രീകരണം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയും അത് നിങ്ങൾക്ക് കാണാനും വായിക്കാനും പറ്റും. ഒരുപക്ഷെ നമ്മൾ അവിടെ ഒന്നും അല്ല ഉള്ളത് എന്നതുകൊണ്ട് നമ്മുടെ വായനയിലും ശ്രദ്ധയിലും നമ്മളുടെ പോസ്റ്റിങ്ങിലും ഒന്നും അത് വന്നുകൊള്ളണം എന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിഷയം എന്താന്ന് ചോദിച്ചാൽ 5 പ്രവാചകന്മാരുടെ ദൗത്യമായിട്ട് അള്ളാഹു ഇത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ പ്രവാചകനും അവരവരുടെ രാജ്യത്ത്, അവരവരുടെ കാലത്ത്, അവരവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് അപ്പൊ 5 പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു. അതിൽ നൂഹ് നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവരുണ്ട്. ഇവരെ 5 പേർക്കും ഒരുപോലെ യോജിപ്പുള്ള കാര്യം എന്നല്ല അതിന്റെ അർത്ഥം. ദീൻ എന്ന് പറയുന്നതും ശരീഅത്ത് എന്ന് പറയുന്നതും 2 കാര്യങ്ങളാണ്. ദീൻ എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ് ദീൻ. ആ തിയറിയുടെ ഓരോ കാലത്തെയും പ്രായോഗിക രൂപത്തെയാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിയമസംഹിതയും കർമ്മമാർഗവും അള്ളാഹു നൽകി നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ശരീഅത്തുകൾ വ്യത്യസ്തമാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് പോലെയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്. അവിടെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ എത്തുന്നതിന്റെ ഇടയിലെ സ്വാഭാവികമായ ഒരു വികാസമാണത്. ആ വികാസത്തിന്റെ യുക്തി ആ മനുഷ്യരെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവനാണ് ആ വികാസത്തിന്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് എന്നതാണ്.
വിശുദ്ധ ഖുർആൻ മൊത്തം പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പൊ ഇരിക്കട്ടെ, ആ ഒരർത്ഥത്തിൽ ഈ 5 പ്രവാചകന്മാർക്കും യോജിപ്പുള്ള കാര്യം എന്നതല്ല. ഓരോ പ്രവാചകന്റെയും ദീൻ അതത് കാലത്ത് ശരീഅത്ത് കൂടി ചേർന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദീനുണ്ട്, ഇസ്ലാം, ദീനുൽ ഇസ്ലാമിന്റെ ഒരു അവസാനത്തെ ലാസ്റ്റ് എഡിഷൻ. അതിന്റെ സ്വഭാവം എന്താണ്? അത് അതിന്റെ ദീനും അതിന്റെ ശരീഅത്തും ഇത് രണ്ടും കൂടി കൂടിയതിനെയാണ് ദീൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം. മതനിഷേധിയെ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടില്ലയോ എന്ന് ചോദിച്ചിട്ട് അല്ല പറയുന്നത് അല്ലയില്ല എന്ന് പറയുന്നവനാണ് മതനിഷേധി എന്നല്ല. പിന്നെയോ അനാഥയെ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ. അവിടെ അനാഥയെയും അഗതിയെയുമാണ് പറയുന്നത്. അനാഥയും അഗതിയും തമ്മിൽ ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, ഈ സദസ്സുമായിട്ട് ഞാനത് പങ്കുവെക്കണം. അനാഥയും അഗതിയുടെയും ഇടയിൽ ഇന്ന് മാപ്പിള സമുദായം കൊണ്ടു നടക്കുന്ന ഇത്രയും വലിയ അകലം അള്ളാഹു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, നമ്മളെ വിഷയമല്ലപ്പത്, എന്നാലും പറയണം, വാപ്പ ജീവിച്ചിരിപ്പുണ്ട് എന്നവർ ഒറ്റ കാരണം കൊണ്ട് ഒരു സ്ഥലത്തും ഒരു പരിഗണനയും കിട്ടാത്ത 100 കണക്കിന് അഗതികളുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ബാപ്പ മരിച്ചവർക്ക് വലിയ ഡിമാൻഡാണ്. കാരണം അതിന് സ്കോളർഷിപ്പ് ഉണ്ട്, ആ കുട്ടികളെ പഠിപ്പിക്കാൻ ആളുണ്ട്, അവരെ ആ അനാഥയെ സംരക്ഷിക്കുന്നവന് ഞാനും സ്വർഗത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഹദീസുണ്ട്. അങ്ങനെ ഒരു ഹദീസിന്റെ പിന്നാലെയാണോ? എല്ലാം കൂടി ഇസ്ലാമിനെ സമഗ്രമായിട്ട് മനസ്സിലാക്കണം. എത്ര ആയത്തിൽ നിന്ന് നിപ്പിൽ ഞാൻ ഓതാം, സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഈ ഒരൊറ്റ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അവിടെ അനാഥയെയും അഗതിയെയും ഒന്നിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. മാ സലകകും ഫീ സഖർ ഖാലൂ ലൻ നകും മിനൽ മുസല്ലീം വലൻ നകും മിനൽ മുതഅമിൽ മിസ്കീൻ. അവിടെ മിസ്കീനെ മാത്രമേ പറഞ്ഞുള്ളൂ, യതീമിനെ പറഞ്ഞിട്ടില്ല. അവ യതീമിനെയും മിസ്കീനിനെയും തമ്മിൽ അശരണരും ദുർബലരും സംരക്ഷണം വേണ്ടവരുമായ മുഴുവൻ ആളുകളുടെയും കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുന്ന ഒരു സാമൂഹിക വിശാലമായ ഒരു മനസ്സ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് മാപ്പിള സമുദായത്തിന്റെ പാരമ്പര്യത്തിനെതിരാണെങ്കിലും അത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. അതൊന്നല്ല വിഷയം. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ശരീഅത്ത് വിധിയാണ്. ഏത്? അനാഥയെ സംരക്ഷിക്കുക എന്നത് ഒരു ശരീഅത്ത് വിധിയാണ്. ആ ശരീഅത്ത് വിധിയെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞത്? ആ ശരീഅത്തിനെ നിഷേധിക്കുന്നവൻ ദീനിനെ നിഷേധിച്ചവനാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ശരീഅത്തിനെ സ്ഥാപിക്കുന്നവൻ ദീനിനെ സ്ഥാപിക്കുന്നവനാണ്. അപ്പൊ ശരീഅത്തും ദീനും കൂടി അതത് ഓരോ പ്രവാചകന്റെയും കാലത്തെ ശരീഅത്ത് ആ കാലത്തെ ദീനിന്റെ അവിഭാജ്യമായ ഭാഗമാണ്. വ്യഭിചാരിയുടെ ശിക്ഷയെ പറ്റി പറയുന്നിടത്ത് സൂറത്തുൻ നൂറിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻകുമാ മിഅത ജൽദ ഫലാ തഖുദുഹും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്. വ്യഭിചാരിയുടെ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ വിഷയമാണ്. അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു അനുകമ്പയും അവരോട് പാടില്ല. എന്താണ് വിധി ശിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള പറയാൻ അവരോട് ഈ ദീൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ എന്നാണ് ഖുർആന്റെ പ്രയോഗം. അപ്പൊ ക്രിമിനൽ നിയമത്തെയും അള്ളാഹു ദീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിഭജനവും കൂടാതെ എങ്ങനെയാണോ എന്തൊക്കെയാണോ അള്ളാഹുവിൽ നിന്ന് വന്നത്, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതൊക്കെയും മുറുകെ പിടിക്കുകയും ആ റസൂൽ നിരോധിച്ചതൊക്കെയും ഒഴിവാക്കുകയും ചെയ്യുന്ന ആ ദീനിന്റെ ഇഖാമത്തിനെ പറ്റിയാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അധികം പറയാതെ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനിന്റെ ഒന്നാമത്തെ മുഫസ്സിർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ മുഫസ്സിർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാമുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ ത്വബരി മുതൽ ഇങ്ങോട്ട് ആധുനികനായ മുഫസ്സിർ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഫസ്സിറുകളുടെ കൂട്ടത്തിലും അള്ളാഹുവിന്റെ റസൂൽ എന്ന മുഫസ്സിറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ആ പ്രത്യേകത ഈ മുഫസ്സിറിനെ അള്ളാഹ് നിശ്ചയിച്ചതാകുന്നു എന്നതാണ്. മറ്റേതൊക്കെ ഓരോരുത്തരും സ്വയം ഇറങ്ങി പുറപ്പെട്ടതാണ് ഖുർആൻ പഠനത്തിനും സേവനത്തിനും, നല്ല കാര്യം. പക്ഷേ അതിന് വേറെ ഒരു മാനവുമില്ല. നേരെ മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാ അൻസൽനാ അലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, താങ്കളിലേക്ക് ഈ ഉത്ബോധനം ഞാൻ ഇറക്കി തന്നിട്ടുള്ളത് എന്താണ് താങ്കളിലേക്ക് അവതീർണമായത് എന്ന് താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. അപ്പൊ അള്ളാഹ് നിശ്ചയിച്ച മുഫസ്സിറാണ്. അള്ളാഹ് ഒരു മുഫസ്സിറിനെ നിശ്ചയിച്ചിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനം നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും മാർഗനിർദ്ദേശവും നൽകാതെ ആ മുഫസ്സിറിന്റെ മട്ടും മാതിരിയും അനുസരിച്ച് അദ്ദേഹം നിറവേറ്റിക്കൊള്ളട്ടെ എന്ന് വെച്ചു എന്ന് അള്ളാഹുവിനെ പറ്റി പറയാൻ നമുക്ക് പറ്റുമോ? അള്ളാഹ് മുഫസ്സിറിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണവും പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ സമാഹാരത്തെയാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ വഹയായതുപോലെ സുന്നത്തും വഹയ് തന്നെയാണ്.
രണ്ട് വഹയുകളും തമ്മിൽ ചില്ലറ വ്യത്യാസമുണ്ട് എന്നതല്ലാതെ സുന്നത്ത് ഒരു സ്ഥാനവുമില്ലാത്ത ഒരു സാധനം, അത് പ്രവാചകന്റെ മനോവിലാസം എന്ന് കരുതാൻ ഒരു ന്യായവുമില്ല എന്ന് ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഞാനത് പറഞ്ഞിട്ടുള്ളത് എന്തിനാന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹ് നിശ്ചയിച്ച മുഫസ്സിറാണ്. ആ മുഫസ്സിറിന്റെ അടുത്താണല്ലോ ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ഒരു ശറഅലക്കും മിനദ്ദീനി എന്ന് പറയുന്ന ആയത്ത് മാത്രമല്ല, ഇതിന് സമാനതയുള്ള വേറെ 2 സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് നമുക്കൊക്കെ സുപരിചിതമായതാണ്. ഏതാണ്? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ വകഫാ ബില്ലാഹി ഷഹീദ. 3 സ്ഥലത്ത് ഖുർആനിൽ ഇത് കാണാം. ഈ അവസാനം ഇങ്ങനെ 3 രൂപത്തിലാണ്. സത്യദീനും സന്മാർഗ സന്ദേശവും നൽകി പ്രവാചകനെ നിയോഗിച്ചത് അവനാണ്. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ഈ ദീൻ മറ്റെല്ലാ ദീനുകളുടെയും മേലെ വരാൻ. അതാണ് ആ പ്രവാചക നിയോഗത്തിന്റെ ഉദ്ദേശമായിട്ട് അള്ളാഹു പറഞ്ഞത്. ഒരിടത്ത് ഈ പറഞ്ഞതിനെ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്നതിനെ നമുക്ക് ഇൽഹാറുദ്ദീൻ എന്ന് പറയാം. ഇഖാമത്തുദ്ദീൻ അൻ അഖീമുദ്ദീന എന്ന് പറഞ്ഞതിനെ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് പോലെ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്നതിനെ ഇൽഹാറുദ്ദീൻ എന്ന് പറയാം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താ? ദീനിന്റെ ആധിപത്യം, ദീനിന്റെ മേധാവിത്വം, ദീനിന്റെ വിജയം, മറ്റെല്ലാത്തിന്റെയും മുകളിൽ ഈ ദീന് വരിക എന്നതാണ് പ്രവാചകനെ നിയോഗിച്ചതിന്റെ ഉദ്ദേശ്യം എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ആ ഒരായത്തുണ്ട്. പിന്നെ ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖറജഹു അല്ലദീന കഫറു സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജനൂദിൻ ലം തറൗഹാ. ഇത്രയും പറഞ്ഞ ശേഷം അല്ലാഹു പറയാണ് വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി യൽ ഉല്യ. അപ്പോൾ ഇഅലാ കലിമത്തുല്ലാഹ് ഖുർആനിലുള്ളതാണ്. ഈ 3 പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. ഒന്ന് ഇഖാമത്തുദ്ദീൻ അഥവാ അൻ അഖീമുദ്ദീൻ, രണ്ടാമത്തത് ഇൽഹാറുദ്ദീൻ അഥവാ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മൂന്നാമത്തത് ഇഅലാ കലിമത്തുല്ലാഹ് വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി യൽ ഉല്യ. ഈ 3 ആയത്തും അല്ലാഹുവിന്റെ റസൂലിനാണ് ഇറങ്ങിയത്, മറ്റെല്ലാ ആയത്തുകളെയും പോലെ. ഈ ആയത്തും ആ മുഫസ്സിർ ഒഫീഷ്യലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം റസൂലിന്റെ വിശദീകരണം വെറും വിശദീകരണം മാത്രമല്ല, അത് പ്രയോഗവൽക്കരിക്കലും കൂടിയാണ്. ഷഹീദാണ് റസൂൽ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിന്റെ സാക്ഷിയാണ്. ആ സാക്ഷ്യം നിങ്ങൾക്ക് അറേബ്യയിലേക്ക് നോക്കിയാൽ കാണാം. വെറും 23 കൊല്ലക്കാലം തികഞ്ഞ പ്രതികൂല കാലാവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഈ 3 നിർദ്ദേശവും പ്രയോഗവൽക്കരിച്ചപ്പോൾ അവിടെ ഒരു സാമൂഹിക സംവിധാനം വന്നു, ഒരു രാഷ്ട്രഘടന രൂപപ്പെട്ടു, വ്യക്തിയിൽ മാറ്റമുണ്ടായി, കുടുംബങ്ങളിൽ പരിഷ്കരണമുണ്ടായി, സമൂഹം സംസ്കരണം സിദ്ധിച്ചു, രാഷ്ട്രം പരിവർത്തനത്തിന് വിധേയമായി. നമ്മുടെ IPHന്റെ ഒക്കെ പുസ്തകം ശ്രദ്ധിച്ചു വായിച്ച പഴയകാല ജമാഅത്തുകാർ ഇഖാമത്തുദ്ദീനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കേട്ടുപഠിച്ചതാണ്. പണ്ട് പറയാറുണ്ട്, എന്ത്? വ്യക്തി പരിവർത്തനത്തിൽ നിന്ന് തുടക്കം കുറിച്ച്, കുടുംബ പരിഷ്കരണത്തിലൂടെ കരുപ്പിടിപ്പിച്ച്, സമൂഹ സംസ്കരണത്തിലൂടെ കരുത്താർജിപ്പിച്ച്, രാഷ്ട്രീയാധികാരം സ്വായത്തമാകുന്നതിലൂടെ സമ്പൂർണമാകുന്ന ക്രമാനുഗതമായ പരിവർത്തന പരമ്പരയുടെ പരിണിത ഫലമാണ് ഇഖാമത്തുദ്ദീൻ. ഇതൊക്കെ വയറ്റിലെന്തെങ്കിലും ഉള്ളപ്പോഴേ മനസ്സിലാവുള്ളൂ ചെന്നാണ്. അമ്മാതിരി ഡയലോഗാണ്. അപ്പൊ എന്താ ഇതൊക്കെ വളരെ വലിയൊരു കാഴ്ചപ്പാടാണത്. അതിനെക്കുറിച്ച് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. വലിയൊരു കാഴ്ചപ്പാടാണ്. അതിൽ ഒരുപാട് പാഠമുണ്ട്. അതിലെ ഒന്നാമത്തെ പാഠം, ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് അവിടെ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നോ ഇങ്ങോട്ട് വരുന്ന സാധനമല്ല, നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോകേണ്ട സാധനമാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ പാഠം. മാലിന്യത്തിനെതിരെ സോളിഡാരിറ്റിയുടെ പല പദ്ധതികളിലും നമുക്ക് താല്പര്യമുണ്ട്. മാലിന്യത്തിനെതിരെയുള്ള ഈ സമരത്തിൽ ഇതുപോലെ നമുക്ക് ചേരാവുന്ന വേറൊരു സംഘടനയുമില്ല. പക്ഷെ അതിന്റെ മാതൃപ്രസ്ഥാനം, അവരുടെ പദ്ധതി അങ്ങനത്തെ ഇടകൂടത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുകയാണ് നല്ലത്. അപ്പോ ഇദ്ദേഹം ചില മിനിമം പരിപാടികളിൽ ഈ സംഘടനയെ സ്നേഹിക്കുകയും അങ്ങനെ ആശയപരവും സാംസ്കാരികവുമായി വേറെ കുറെ മാലിന്യങ്ങൾ സ്വന്തം മനസ്സിലും ശരീരത്തിലും പേറുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം ഒരു സംഘത്തിന് ഇഖാമത്തുദ്ദീനിന്റെ 4 ഇലത്തെത്താൻ കഴിയില്ല എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പരിവർത്തനത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. നിങ്ങളിൽ ദീനിന്റെ ഇഖാമത്ത് നടത്തിയാലല്ലാതെ നിങ്ങളുടെ ഇഖാമത്തുദ്ദീൻ എന്ന പരിശ്രമം മുന്നോട്ട് പോവുകയില്ല എന്ന പാഠം അതുകൊണ്ട് മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ മാതൃക അതാണ്. അതുകൊണ്ട് തർക്കരഹിതമായ ഒരു വസ്തുതയാകുന്നു ഏത്? ഇഖാമത്തുദ്ദീൻ എന്നത് ദീനിന്റെ അള്ളാഹു പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലും തിരുസുന്നത്തിന്റെ വിശദീകരണങ്ങളിലും എന്തൊക്കെ പാഠങ്ങൾ നമ്മൾ കാണുന്നുവോ, എന്തൊക്കെ വിധികളും വിലക്കുകളും ഉണ്ടോ, എന്തൊക്കെ പദ്ധതികളും പരിപാടികളും ഉണ്ടോ, ആ സ്കീം,
അങ്ങനെ തന്നെ മിൻ ഹൈസു ഹിയ ആസ് ഇറ്റ് ഈസ് അങ്ങനെ നടപ്പിലാക്കുന്നതിനാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അതാണ് 3 ആയത്തുകളുടെയും ആശയം അള്ളാഹുവിന്റെ റസൂൽ അറബിയിൽ പ്രയോഗവൽക്കരിച്ചത്. വെറും 23 കൊല്ലം പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ. പ്രതികൂലം എന്ന് പറഞ്ഞാൽ മക്ക കണ്ടവർക്കറിയാം, നിറയെ മലകളാണ്, യാത്ര വളരെ പ്രയാസകരമാണ്. മദീനയിൽ ചെന്നാൽ നമുക്ക് കാണാം, നീണ്ടു നിവർന്ന് പരന്ന് വിശാലമായി മരുഭൂമികളാണ്, അങ്ങിങ്ങായി ചെറിയ മലകളും. ഒരു യാത്രാ സംവിധാനവും ഇന്നത്തേതുപോലെ അന്നില്ല. വിവരങ്ങൾ കൈമാറുന്നതിനുള്ള മാർഗങ്ങളില്ല. നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ സമ്പ്രദായം പോയിട്ട് വ്യവസ്ഥാപിതമായ ഒരു തപാൽ സമ്പ്രദായം പോലും ആ കാലത്തില്ല. അങ്ങനത്തെ ഒരു കാലത്ത് എഴുത്തും വായനയും അറിയാത്ത ഒരു ജനതയിൽ എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ 23 കൊല്ലക്കാലം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനു വേണ്ടി പണിയെടുത്തപ്പോൾ അതൊരു സാമൂഹിക രാഷ്ട്രീയ സംവിധാനമായി മാറിയെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രവാചകന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നതിന്റെ വളരെ കൃത്യമായ ഒരു സന്ദേശം അതിലുണ്ട് എന്നാണ്. അതുകൊണ്ട് അതൊരു തർക്ക വിഷയമല്ല, വളരെ വ്യക്തമായ സന്ദേശമാണ്. അപ്പോ ഇതൊക്കെ ഇപ്പോ നമ്മളുടെ വളരെ പരമ്പരാഗതമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമാണ്. എന്റെ വക ഒരു ഗവേഷണവും ഇതിൽ ഞാൻ നടത്തിയിട്ടില്ല, പണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണ്. എത്രയോ പ്രാവശ്യം നിങ്ങൾ കേട്ടതാണ്. ഈ ഒരു വശത്തിന്റെ കുറച്ചുകൂടി വിസ്തരിച്ച ഭാഗങ്ങളിലേക്ക് കൂടി എന്റെ ഈ സംസാരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇതൊരു വലിയ പദ്ധതിയാണ് ഇഖാമത്തുദ്ദീൻ. അത് ഭാഗികമായ പരിഷ്കരണമല്ല, അത് നമ്മുടെ മുഴു സമയവും നമ്മുടെ മുഴു ജീവിതവും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മളുടെ ആദർശത്തിന്റെ സമഗ്രത, നമ്മുടെ നിലപാടുകളുടെ സന്തുലിതത്വം, നമ്മളുടെ നിലപാടുകളുടെ സന്തുലിതത്വം, മുസ്ലിം സമൂഹത്തിന്റെ ഐക്യം, ഇങ്ങനെയുള്ള നീതിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത, വിട്ടുവീഴ്ചയില്ലാത്ത നീതിബോധം, ഈ 3 പ്രധാന ഘടകങ്ങളും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ആദർശത്തിന്റെ സമഗ്രത, രണ്ടാമത്തത് കാഴ്ചപ്പാടുകളിലെ സന്തുലിതത്വം. മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. മുമ്പൊരാള് മരിച്ച കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ വലിയ പാർട്ടിക്കാരനാണ്, കമ്മ്യൂണിസ്റ്റാണ്, ആ പ്രദേശത്ത് അറിയപ്പെട്ട ആളാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പള്ളി കമ്മിറ്റിയിലെ പല ഉത്തരവാദിത്വവും വഹിച്ചിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ പള്ളിക്കൊന്ന് ഖത്തീബും കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നു, കമ്മിറ്റിക്കാരൊക്കെ വന്നു. അങ്ങനെ ഈ ഖത്തീബ് അവർകൾ ഇദ്ദേഹത്തിന്റെ മയ്യത്ത് ഇങ്ങനെ വിസിറ്റിംഗ് റൂമിൽ കിടത്തിയേക്കാണ്. അവിടേക്ക് അങ്ങോട്ട് കയറിയിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോ മാർക്സ്, എംഗൽസ്, സ്റ്റാലിൻ, ലെനിൻ, EMS തുടങ്ങി എല്ലാ മഹാന്മാരായ മുജദ്ദിദുകളും മുഖല്ലിദുകളായ ഇമാമുകളും ഒക്കെ അവിടെ ഹാളിറാണ്. അപ്പൊ ഇവരെ കണ്ടപ്പോ ഇദ്ദേഹം അങ്ങോട്ട് കയറിയ മാതിരി തന്നെ പുറത്തിറങ്ങി. ഈ മനുഷ്യന്റെ ഇമാമിങ്ങൾ ജീവിച്ച കാലത്ത് ഇവരൊക്കെ ആയിരുന്നല്ലോ, കഷ്ടം തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യം. ഇതൊന്നല്ല അയാളുടെ പ്രശ്നം. അദ്ദേഹം ആ മഹല്ലിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും തമാശക്ക് പോലും ഇങ്ങനെ ഇവരെയൊക്കെ ഇമാമായിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ആ കച്ചവടം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ മുമ്പിലില്ല. അങ്ങോട്ട് പുറത്ത് ചാടി, അങ്ങോട്ട് കയറിയ മാതിരി. എന്താ ഉസ്താദേ? അല്ല, സംഗതി ഭയങ്കര കുഴപ്പമുള്ള പ്രശ്നമുള്ളത്. എന്താ പ്രശ്നം? ഇത്രയും ഫോട്ടോന്റെ ഇടയിൽ ഇദ്ദേഹത്തെ കെടുത്തിയ മലക്ക് വരൂലല്ലോ. അല്ല മുസ്താദെ, അവിടെ ഇപ്പൊ ഒരു മലക്ക് വന്നു പോയിട്ടേ ഉള്ളൂ, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, മലക്ക് ഇനിയും വന്നോളൂ. കാരണം എന്താ, മലക്ക് വരാതെ ഇസ്രായേൽ വരാതെ ആള് മരിക്കൂലല്ലോ, അവിടെ ഇപ്പൊ ഒരു മലക്ക് വന്നു പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ മലക്ക് വരൂല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ബേജാറാകണ്ട. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്? ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഇസ്ലാമിക സമൂഹത്തിന്, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ. പക്ഷേ അതിൽ നിന്ന് സന്തുലിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ അതിനെ നിലനിർത്താൻ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ്. കാരണം അത് ഉത്തമ സമൂഹത്തിന്റെ മാത്രം സവിശേഷതയാണ്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ നിങ്ങളെ ഒരു സന്തുലിത സമുദായമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ആ സന്തുലിതത്വം ഈ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ നിലപാടുകളിലും കാഴ്ചപ്പാടുകളിലും ജീവിതത്തിലും വേണം എന്നത് വളരെ പ്രധാനമാണ്. ആദർശത്തിന്റെ സമഗ്രത, സമീപനങ്ങളിലെ സന്തുലിതത്വം, നീതിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. നീതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പൊരുതുന്നുണ്ട്. അള്ളാന്റെ പദ്ധതിയും പരിപാടിയും ഇഖാമത്തുദ്ദീന്റെ പ്രവാചകന്മാരെ എണ്ണി പറഞ്ഞപ്പോ പഞ്ചമഹാപ്രവാചകന്മാർ എന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമാണ്. അള്ളാഹ്ക്ക് തന്നെ അറിയാം, മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാന്റെ പദ്ധതിയും പരിപാടിയും ലേശം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ പ്രവാചകന്റെ കഥ വെറും ഒരു കഥയല്ല, സാമൂഹിക പരിവർത്തനത്തിന്റെയും പിന്നാക്ക ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന്റെയും കുറെ കഥകളാണ്. അതുകൊണ്ട് ആ അധ്യായത്തിന്റെ പേര് തന്നെ കഥകൾ എന്നാണ്. ഖസസ്, വെറും കഥയല്ല.
ആ കഥ പറയാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആ കഥ പറയുന്ന ആദ്യഘട്ടത്തിൽ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു നബി വന്നത്? അർസിൽ മഈ ബനി ഇസ്രായീൽ വലാ തുഅസിബുഹും, ബനു ഇസ്രായേൽ ജനതയെ എന്റെ കൂടെ വിടണം, അവരെ ഇങ്ങനെ മർദ്ദിച്ചവശരാക്കരുത്. അല്ലദീന യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹ്യീ നിസാഅഹും. അതാണല്ലോ ഫറോവ, ഫാസിസ്റ്റായ ഫറോവ. ഈ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സാമൂഹിക ഘടനയോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ സാമൂഹിക ഘടന. ഇപ്പൊ നമ്മുടെ ഭരണാധികാരിയായിട്ട് മോഡി വരാൻ വരിക കൂടി ചെയ്യുമ്പോൾ ഏകദേശം ആ ഘടന പരിപൂർണമായി എന്ന് പറയുന്നതായിരിക്കും ശരി. എന്ന് പറഞ്ഞാൽ കിബിത്തി ഫറോവയുടെ നേതൃത്വത്തിൽ ഫാസിറ്റുകളായ കിബിത്തികളും ഒരു പാരമ്പര്യ മുസ്ലിം സമുദായമായ ബനു ഇസ്രായേലുകളും ഒന്നിച്ചു കഴിഞ്ഞ ഒരു രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഭരണവർഗം ഈ ഫറോവമാരുടെ കിബിത്തികൾ, കോപ്റ്റിക് വംശജരായ ആളുകളുടെ ആധിപത്യത്തിലാണ് ഭരണം. ഈ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ കുത്തഴിഞ്ഞ ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ആദർശപരമായി അവരെ സംസ്കരിക്കാനുള്ള ശ്രമം മൂസാ നബി അലൈഹി സ്വലാം നടത്തിയതിന്റെ കഥ വിശുദ്ധ ഖുർആനിലുള്ളത് വായിച്ചാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. എവിടെയാണ് ഈ ജനം നിന്നിരുന്നത്? അങ്ങനത്തെ ഒരു ജനതയിലേക്ക് അള്ളൊരു നബിനെ അയക്കുകയാണ്. അവിടെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അടിച്ചമർത്തപ്പെട്ടവർ, നീതി നിഷേധിക്കപ്പെട്ടവർ. എന്താ ഒരു ജനത അടിച്ചമർത്തപ്പെട്ട എന്താ പ്രശ്നം? അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് സ്വാതന്ത്ര്യം കുറവായിരിക്കും. സ്വാതന്ത്ര്യം കുറവുള്ള ആളുകൾ സൗകര്യം പോലെ ദീൻ അനുഷ്ഠിച്ചാൽ പോരെ? സലാത്തുൽ ഖൗഫ് ഉണ്ടല്ലോ. അവർക്ക് ഭയവിഹ്വലമാണ് അവരുടെ ജീവിതമെങ്കിൽ സലാത്തുൽ ഖൗഫ് നടത്തണം. അള്ളാഹ് ഖുർആനിൽ തന്നെ സലാത്തുൽ ഖൗഫ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നല്ല സൗകര്യമുള്ള ആളുകൾ ഖത്തം തീർക്കും, സുന്നത്തും ഫർളുമായിട്ട് നോമ്പും നിസ്കാരവും ഒക്കെ നടത്തും. പിന്നെ സൗകര്യപ്പെട്ടാൽ ഹജ്ജുകളും പേര് കിട്ടുമെങ്കിൽ ഉംറകളും ധാരാളം നടത്തും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തും. സൗകര്യമുള്ള ഒരു സൗകര്യമില്ലാത്ത ആളുകൾ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ ഏഴകളും ദുർബലരുമായിട്ട് കഴിയും. അങ്ങനെ ആ പ്രതിസന്ധിയിലും അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുത്ത് ജീവിച്ചവർക്കൊക്കെ അള്ളാഹ് അവിടെ ചെല്ലുമ്പോൾ സ്വർഗം കൊടുക്കും. അതല്ലേ പ്രധാനം. അങ്ങനല്ല, വ്യക്തികളെ ജീവിതത്തിൽ സംസ്കരണം നൽകി അവരെ അങ്ങനെ ഓരോരുത്തരെയും ആ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ കഴിഞ്ഞുകൂടാൻ വിട്ട് അതിൽ നിന്ന് മരിക്കുന്നവർക്കൊക്കെ അള്ള സ്വർഗം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച് വ്യക്തികളെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു സ്വകാര്യ ഏജൻസി അല്ല ഇസ്ലാം എന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനാണ് അള്ള ഈ നബി അയച്ചത്. അത് പഠിപ്പിക്കാനാണ് അള്ള ഈ നബി അയച്ചത്. ആ നബിയുടെ പദ്ധതിയും പരിപാടിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ പദ്ധതികളെയും പരിപാടികളെയും സംബന്ധിച്ച അതിന്റെ കഥകൾ വിശുദ്ധ ഖുർആൻ തന്നെ വിവരിക്കാൻ ഒരു അധ്യായം ഏതാണ്ട് മുഴുക്കെ പറയാൻ തുടങ്ങുന്ന ആദ്യ ഭാഗത്ത് കാണാം അള്ളാഹ് തന്റെ പോളിസി പറയണം. അള്ളാന്റെ പോളിസി എന്താണ്? അതിന്റെ മുമ്പ് പറയുന്നുണ്ട് ഇന്ന ഫിറഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ എന്ന് പറഞ്ഞിട്ട് ഫറോവ എന്താണ് തന്റെ നാട്ടിൽ ചെയ്തത്? ആ ധിക്കാരത്തിന്റെ, ആ നിഗളിപ്പിന്റെ, ആ അഹന്തയുടെ ഒരു ചെറിയ ഒരു വിവരണം നൽകുന്നുണ്ട്. എന്നിട്ട് പറയാണ് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമുക്കൊക്കെ അറിയാം ഈ ആയത്ത്. പണ്ടേ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂക്തമാണ്. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ കാര്യത്തിൽ നാം ഉദ്ദേശിക്കുന്നത് അവർ നേതാക്കളും ജേതാക്കളുമാകണമെന്നാണ്. അല്ലാതെ സ്വാതന്ത്ര്യമുള്ള ആളുകൾ സ്വാതന്ത്ര്യപൂർവ്വവും അടിമകളായ ആളുകൾ സലാത്തുൽ ഖൗഫും, അതിനാണ് ഈ സലാത്തുൽ ഖൗഫും അതുപോലെയുള്ള കാര്യങ്ങളും പഠിപ്പിച്ചത് എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞുകൂടാനല്ല, അവസ്ഥകളോട് രാജിയായി കഴിഞ്ഞുകൂടാനല്ല, ജന്മസിദ്ധമായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തല ഉയർത്തി നിന്നുകൊണ്ട് അത് കവർന്നെടുക്കുന്നവർക്കെതിരെ ചെറുത്തുനിൽപ്പിനും സമരത്തിനും വേണ്ടിയുള്ള ആഹ്വാനത്തിന്റെ ഒരു പാഠം അത് നൽകാനാണ് മൂസാ നബി അലൈഹി സ്വലാം പരിശ്രമിച്ചത്. ആ പരിശ്രമത്തിന്റെ കൂടെ താഴ്വത്തുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ ആ പരിശ്രമത്തിനെ പറ്റിയാണ് അള്ളാഹ് പറയുന്നത്. എന്റെ പോളിസി ഇതാണ്, എന്റെ പോളിസി ഇതാണ്. ഈ പോളിസി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവാചകൻ അയച്ചത്. അള്ളാന്റെ പോളിസി ഇതാണ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ആളുകളുടെ, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളുടെ നിലപാടെന്താ? ചില വീടുകളിൽ കാണാം വല്യപ്പ. അങ്ങനെ ഒരു വീട്ടിലൊരു വല്യപ്പ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയാൻ പോണ കോലത്തിലാണ്. അല്ലാതെ വീട്ടിലുള്ള വല്യപ്പാരൊക്കെ നാട് കടത്തണം എന്നല്ല ഉദ്ദേശിച്ചത്. എങ്ങനെയാണ്? വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ വല്യപ്പ ഇരിക്കുന്നുണ്ട്. ആയ കാലത്ത് അയാൾ ഉണ്ടാക്കിയതാണ് ആ വീട്. അതിന്റെ ചുറ്റുമതില് 50 സെന്റ് സ്ഥലം, സാമാന്യം നല്ല വീട്. അതിന്റെ സൗകര്യമൊക്കെ അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് ഇപ്പൊ ഈ മകനാണ്. ആ മകന് മക്കളുണ്ട്. വല്യപ്പാക്ക് പണ്ടേ നല്ല കൃത്യതയുള്ള മനുഷ്യനാണ്. എല്ലാ കാര്യവും അയാളുടെ കയ്യാലാണ് നടന്നത്. ആയ കാലത്ത് ആരോഗ്യമുള്ളപ്പോ. ഇപ്പൊ ബെജ്ജ, ആടൻ ഭാഷയെ പറഞ്ഞ അങ്ങനെ അയാൾ ഇരിക്കുകയാണ്.
അപ്പൊ വല്യപ്പ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് വീട്ടിലെ ഓരോ കാര്യത്തെക്കുറിച്ച് ഓരോ കാര്യം പറയും. ഈ മക്കള് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് മാവ് മുറിക്കലും തെങ്ങ് മാന്തലും 2 മിനിറ്റ് കൊണ്ട് JCB വന്നിട്ട് അടി മാന്തിയിട്ട് അങ്ങോട്ട് മറിച്ചിടുമല്ലോ. ഇത് 2 മിനിറ്റ് ഒന്നും ഉണ്ടാകുന്ന സാധനമല്ല ഈ തെങ്ങ് എന്നൊന്നും പറയുന്നത്. അപ്പോ അങ്ങനെ ഈ പരിഷ്കരണം നടക്കുമ്പോൾ വല്യപ്പാക്ക് ഇതിലൊക്കെ അഭിപ്രായമുണ്ട്. അപ്പോ ഇയാള് കുട്ടികളോട് പേരക്കുട്ടികൾ മക്കളോട് ഇയാൾ പറഞ്ഞിരിക്കുകയാണ്, വല്യപ്പാടെ പറയും, നിങ്ങൾ അതിന് മറുപടി പറയാനൊന്നും പോകണ്ട, വല്യപ്പാടെ പറഞ്ഞോട്ടെ, വെറുപ്പിക്കണ്ട, നമുക്ക് നമ്മൾ ഉദ്ദേശമൊക്കെ നടത്താം. ഈ വല്യപ്പാനെ കാണുന്നത് പോലെയാണ് അള്ളാനെ കാണുന്നത്, അവിടെ പറഞ്ഞോട്ടെ, പ്രശ്നമാക്കണ്ട. നമ്മളതിനങ്ങനെ ഇടപെടാനും മറുപടി പറയാനൊന്നും പോകണ്ട. മറുപടി പറഞ്ഞാൽ അത് അജണ്ട മാറും, സ്വഭാവം മേറും. വല്യപ്പ അവിടെ പറഞ്ഞോട്ടെ, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് പോകാം. അങ്ങനെയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്റെ പോളിസി ഇതാണ്. എന്റെ പോളിസി ഇതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രോഗ്രാം ഉണ്ടാക്കേണ്ടത് ആരാണ്? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളുടെ പണിയാണ് എന്റെ പോളിസി ഇതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രോഗ്രാം ഉണ്ടാക്കൽ. അങ്ങനെ പ്രോഗ്രാം ഉണ്ടാക്കാൻ നമ്മൾ മെനക്കെട്ടില്ലെങ്കിൽ وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. അങ്ങനെ പോളിസി ഉണ്ടാക്കാൻ സൗകര്യമുള്ളവർ ഉണ്ടാക്കട്ടെ, അതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല. കാരണം എന്തെന്നാൽ അതേ ഖുർആൻ അതേ ശക്തിയിൽ പറയുന്നു, മാൽ വമാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തുഖാതിലൂന ഫീ സബീലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നില്ല, പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നില്ല, സമരത്തിൽ ഏർപ്പെടുന്നില്ല. ഉൽ മുസ്തളഫീൻ, മുസ്തളഫുകളായ, അതായത് നേരത്തെ പറഞ്ഞല്ലോ വനുരീദു അൻ നമുന്ന അലല്ലദീന തുൽഇഫു എന്ന് പറഞ്ഞ ആ ഒരു ദുർബലരുണ്ടല്ലോ, ആ പ്രാന്തവൽകൃതരുണ്ടല്ലോ. ഏതൊരു വിഭാഗത്തെ, ഏതൊരു അടിച്ചമർത്തപ്പെട്ടവരെയും കീഴാളരെയുമാണോ നേതാക്കളും ജേതാക്കളുമാക്കണമെന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത് അതേ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ശബ്ദം അള്ളാഹുവിന് വേണ്ടിയുള്ള ശബ്ദമാണെന്നും അതിൽ നിന്ന് പിറകോട്ട് പോരാൻ സ്വാതന്ത്ര്യമില്ലെന്നും അത് ഏറ്റെടുക്കൽ നമ്മുടെ അള്ളാഹുവിനോടുള്ള കടപ്പാടിന്റെ ബാധ്യതയാണെന്നും ഈ സൂക്തം പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് അതിന് സന്നദ്ധമാകുന്നില്ല? ഈ ഏകാധിപതികളും താന്തോന്നികളുമായ ഭരണാധികാരികളുടെ ഈ ദുർഭരണത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്നും നിന്റെ ഭാഗത്ത് നിന്നൊരു സഹായിയെയും രക്ഷകനെയും നൽകണേ എന്നും കെഞ്ചിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി നീ എന്തുകൊണ്ട് രംഗത്ത് വന്നില്ല? അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം മാത്രമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പോളിസി അനുസരിച്ച് പ്രോഗ്രാം ഉണ്ടാക്കി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ആഹ്വാനം ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഉൾവലിയുന്നത് ജീവിതത്തിനോടുള്ള കൊതി കൊണ്ടാണെങ്കിൽ പരലോകത്തേക്കാൾ പ്രാധാന്യം നിങ്ങൾ ഇഹലോകത്തിന് നൽകുന്നുണ്ടോ എന്നാണ് അപ്പൊ ആയത്ത് ചോദിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇല്ലാ തൻഫിറൂഹു യുഅദിബുകും അദാബൻ ശദീദൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ കഠോരമായിട്ട് ശിക്ഷിക്കും. തീർന്നില്ല, വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, ഇത് ഏറ്റെടുക്കാൻ ആർജവമുള്ള ഒരു കൂട്ടരെ ഞാൻ കൊണ്ടുവരും. കാരണം അള്ളാഹുവിന്റെ പോളിസി വളരെ വ്യക്തമാണ്. അള്ളാഹ് എല്ലാവരെയും സ്വതന്ത്രമായിട്ടാണ് പഠിച്ചത്. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടണം. അതാണ് അംർ ഇബ്നുൽ ആസിന്റെ മകൻ ഒരു കോപ്റ്റിക് വംശജൻ ഒരു ക്രിസ്ത്യാനിയെ മർദ്ദിച്ച സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തിയിട്ട് കേസ് തീർപ്പാക്കിയതിനു ശേഷം മനുഷ്യരെല്ലാവരും അവരുടെ മാതാക്കളിൽ നിന്ന് സ്വതന്ത്രരായിട്ടാണല്ലോ പെറ്റുവീണത്, എന്നു മുതലാണ് നീ അവരെ അടിമകളാക്കാൻ തുടങ്ങിയത് എന്ന് ഉമറുൽ ഫാറൂഖ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഒരു ഉമർ ഈ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയി എന്നതാണ് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ കൃത്യമായ പാഠമാണ്. അതിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ ആവേശവും ഈ ബോധവും കിട്ടിയത്. ആ നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പൊ ജനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ദുർബലർ, അടിച്ചമർത്തപ്പെട്ടവർ, പല കാരണങ്ങളാലും അവസരം നിഷേധിക്കപ്പെട്ടവർ, ശബ്ദമില്ലാത്തവർ, പല പേരിലും നമ്മൾ പറയും. ഇത്തരം നിലവിളികൾ, ഇത്തരം അലമുറകൾ, ഇത്തരം രോദനങ്ങൾ, ഇതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചുകൊണ്ട് വേറെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളിൽ കെട്ടിമറിയുന്നതിന്റെ പേരാണ് ഇഖാമത്തുദ്ദീൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ ദീനിന്റെ ഇഖാമത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഏൽപ്പിച്ച പണിയാണ്. ആ പണിയിൽ പ്രാധാന്യപൂർവ്വം നടക്കേണ്ട ഒരു ഇനമായിട്ടാണ് അള്ളാഹ് ഈ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. അതാണ് അറേബ്യയിലെ ആ മാറ്റത്തിന്റെ പിന്നിൽ അശരണരും ഏഴകളുമായ ആളുകൾ റസൂലുള്ളാഹിയുടെ പിന്നിൽ ആവേശത്തോടെ അണിനിരന്നത്. ഈ വിമോചനത്തിന് ഇങ്ങനെ ഒരാഴവും ഇങ്ങനെ ഒരു പരപ്പുമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വശത്തിൽ നമ്മൾ പണിയെടുക്കുന്നത് വൃഥാവിലാവില്ല.
നമ്മൾ ഇഖാമത്തുദ്ദീനിന്റെ മാർഗത്തിൽ നമ്മളുടെ ദൗത്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വേറെ സൂറത്തു തൗബയുടെ ഏതാണ്ട് അവസാന ഭാഗത്തുള്ളതാണ്. മാ കാന ലി അഹ്ലിൽ മദീന വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി വലാ യർഗബു ബിഅൻഫുസിഹിം അൻ നഫ്സിഹി ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطعون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين ما كان لأهل المدينة ومن حولهم من الأعراب മദീനക്കാർക്കും, ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്, മദീനക്കാർക്കും അതിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഗ്രാമീണരായ ആളുകൾക്കും ഒരിക്കലും തന്നെ ഭൂഷണമല്ല, സാധ്യമല്ല എന്നല്ല. മാക്കാന എന്ന് ഖുർആൻ പ്രയോഗിച്ചിടത്തൊക്കെ അതിന്റെ അർത്ഥം സാധ്യമല്ല എന്നല്ല, ഭൂഷണമല്ല, ചേർന്നതല്ല, ഉചിതമല്ല എന്നൊക്കെയാണ്. അപ്പൊ മാക്കാന ലി അഹ്ലിൽ മദീന വമൻ ഹൗലഹും മിനൽ അഅറാബ്, മദീനക്കാർക്കും അതിന്റെ ചുറ്റുവട്ടത്തുള്ള അഅറാബികൾക്കും ഒരിക്കലും തന്നെ ഭൂഷണമല്ല അൻ യതഖല്ലഫു അൻ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് പിന്തി സഞ്ചരിക്കുക. റസൂൽ അങ്ങനെ വിളിക്കും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ പോയി കൊടുത്തൂടാ. എന്നാ പിന്നെ പറ്റ മൂപ്പര വിട്ടിട്ട് നമ്മൾ നിലകൊള്ളുന്നത് ശരിയല്ല. ഒപ്പുണ്ടോ ഒപ്പുണ്ട്, ഒപ്പല്ലേ ഒപ്പല്ല, ഇങ്ങനത്തെ ഒരു പോക്കേ പാടുള്ളൂ. അതാണ് യതഖല്ലഫു അൻ റസൂലില്ലാഹി വലാ യർഗബു ബിഅൻഫുസിഹിം അൻ നഫ്സിഹി, ആ പ്രവാചകൻ കൊണ്ടുവന്ന പദ്ധതികളോടും പരിപാടികളോടും മനസ്സാ യാതൊരു താല്പര്യവും ഇല്ലാതെ അതിന്റെ കൂടെ നടക്കുക. ലോകത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ മൂപ്പര് വേറെ ഏതോ ലോകത്തായിരിക്കും. ഇവർക്ക് പറയാനുള്ളതൊക്കെ മൂപ്പര് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാരോട് വർത്താനൊന്നുമില്ല. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇയാൾ ഉഗാണ്ട, ബുറുണ്ടി, ജിബൂട്ടി, ദക്ഷിണാഫ്രിക്ക, അവിടെയുള്ള ആളുകളോടാണ് ഇയാളുടെ മുഴുവൻ ആശയവിനിമയവും. ഓഫ്ലൈൻ രംഗത്ത് കാണിക്കുന്ന മുഴുവൻ മര്യാദകളും ഓൺലൈൻ രംഗത്തും കാണിക്കണം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. എന്റെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിലൊരുപാട് കാര്യം പറയാനുണ്ട്, അതിനെ പറ്റിയാണ് പറയണമെങ്കിൽ ഇപ്പൊ അതിന്റെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. മാകാന ലി അഹ്ലിൽ മദീന വമൻ ഹൗലഹും മിനൽ അഅറാബ് അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി വലാ യർഗബു ബിഅൻഫുസിഹിം അൻ നഫ്സിഹി, അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികളോടും പരിപാടികളോടും മനസ്സാ ഒരു വിരക്തി, താല്പര്യമില്ല എന്ന് അല്ല, ഒന്നുകിൽ അല്ലെങ്കിൽ ഒപ്പുണ്ട്, പക്ഷെ അങ്ങോട്ട് വിട്ടുകൊടുക്കൂല. അങ്ങനെ വിളിക്കും, പക്ഷെ നമ്മൾ പോകണ്ട. പലതും പറയും, കാർക്കുനാകണം, റുക്കുനാകണം എന്നൊക്കെ പറയും, പക്ഷെ നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണമല്ലോ, ഒരു അകലം സൂക്ഷിക്കണം, എപ്പോഴും നല്ലതാ എന്നൊരു മട്ടിലാണ് പോക്ക്. അതിനെപ്പറ്റിയാണ് അള്ളാഹ് പറയുന്നത്, അത് മദീനക്കാർക്കും അതിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ളവർക്കും ഭൂഷണമല്ല. എന്തുകൊണ്ടാ ഭൂഷണമല്ലാത്തത്? ദാലിക ബിഅന്നഹും, കാരണം എന്തെന്നാൽ അവർ ലാ യുസീബുഹും വമഉൻ വലാ നസബുൻ വലാ മഖ്മസത്തുൻ ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹിക്കുന്ന വിശപ്പ്, ദാഹം, മറ്റ് ക്ലേശങ്ങൾ, വലാ യതഊന മൗതിഅൻ യഗീലുൽ കുഫാർ, നിഷേധികൾ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ സാന്നിധ്യം. വളരെ വലിയ അർത്ഥമുള്ള ഒരു വാക്കാണത്. നിഷേധികൾ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ സാന്നിധ്യം. ഇപ്പൊ നിങ്ങളെല്ലാവരും പല ദിക്റുകളിലും ദുആകളിലും ഹരം കൊള്ളുകയാണ്. വളരെ അധികം വിറ്റുപോണ സാധനമാണിത്. ദിക്ർ ദുആ എന്നൊക്കെ പറയുന്നത് മുടക്ക് മുതൽ വളരെ കുറച്ച് മതി, പിന്നെ വളരെ വമ്പിച്ച ലാഭമാണ്, ചോദിക്കാനും പറയാനും ആരുമില്ല. എവിടെ? ഈ ദുനിയാവില്. നമ്മളിപ്പോ ഈ ചെറുപ്പക്കാരൊക്കെ അതിന്റെ പിന്നാലെ. നിങ്ങൾ സുലഭമായി ദിക്ർ ചൊല്ലാണ്, ഉദാരമായിട്ട്. നിങ്ങളുടെ താടി ഇങ്ങനെ താഴ്ന്നു വരുന്നവർക്ക് നിങ്ങളുടെ ഡ്രസ് ഇങ്ങനെ ഉയർന്നു പോകുന്ന കൂടി ഉണ്ടെങ്കിൽ എല്ലാ ലക്ഷണവും ഒത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങളൊരു കൂട്ടരായിട്ട് മാറിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നവും നിങ്ങളെ കൊണ്ടില്ല. നിങ്ങളുടെ ഈ പ്രസ്ഥാനം ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ്. നിങ്ങളുടെ ആദർശം ഒരു സമഗ്ര ആദർശമാണ്. ഒരു ഉയർന്ന ഈ ഒരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ മുമ്പിൽ വേറെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ പറയാം കുറഞ്ഞ കോലത്തിൽ. അപ്പൊ നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റി പഠിച്ചിട്ടാണ്. അത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും വളരെ കൃത്യമായ ഘടകങ്ങളും പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരണവുമുള്ള ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും വളരെ വ്യവസ്ഥാപിതമായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കേട്ടിരിക്കുന്നു. അവർ അച്ചടി രംഗത്ത് അഥവാ വൈജ്ഞാനിക രംഗത്ത് വളരെയധികം ഈടുള്ള പല പണികളും എടുത്തിട്ടുള്ളവരാണ്. അവർക്ക് സാമാന്യം വൃത്തിയും നിലവാരവുമുള്ള ഒരു ദിനപത്രമുണ്ട്. അവർ ഇപ്പോൾ അതേ സ്വഭാവത്തിൽ ദൃശ്യമാധ്യമ രംഗത്തേക്ക് കൂടി കാലെടുത്തു വെച്ചിരിക്കുന്നു.
ഒരു ജനകീയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ജനകീയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ വേദി രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ അണിയറയിലാണ് ഇപ്പോൾ അവരുള്ളത്. കുറച്ചൊക്കെ അതിന്റെ അലകും പിടിയും രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഇത്രയായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ആഹാ, ആ സ്വഭാവം മാറി. കാരണം സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് നിഷേധികൾ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ നിങ്ങളുടെ സാന്നിധ്യം. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു കുഴപ്പക്കാരുമല്ല. നിങ്ങൾ സലാത്തും ദിക്റുമായി ആധ്യാത്മികമായ ലോകത്ത് എല്ലാ അലങ്കാരങ്ങളോടും അതിന്റെ മുഴുവൻ ജാടകളോടും കൂടി നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ നിറ സാന്നിധ്യമാണെങ്കിൽ നിങ്ങളുടെ കൈകാര്യകർത്താക്കൾക്കോ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്കോ 100% ഗുഡ് സർട്ടിഫിക്കറ്റ് മാത്രമേ അവർ തരൂ. ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് അങ്ങനെയല്ല. അവർ ഏതൊക്കെ രംഗങ്ങളാണോ മർമ്മപ്രധാനമായിട്ട് കാണുന്നത്, കുഫറിന്റെ ശക്തികൾ മർമ്മപ്രധാനമായി കാണുന്ന രംഗങ്ങളിലൊക്കെയും ഒന്നിന് പിറകെ ഒന്നായി നിങ്ങൾ കൈവെക്കാൻ തുടങ്ങിയാൽ, അതാണ് നിഷേധികൾ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ നിങ്ങളുടെ സാന്നിധ്യം. പ്രതിയോഗികളുടെ മേൽ നിങ്ങൾ നേടുന്ന വിജയം, സൈനികമായ വിജയം, സായുധമായ വിജയം, സാമ്പത്തികമായ വിജയം, ബുദ്ധിപരമായ വിജയം, ഓരോ സന്ദർഭത്തിലും ഏത് സമരത്തിലാണോ ആ സമരത്തിൽ നിങ്ങൾ നേടുന്ന, നിങ്ങൾ കരസ്ഥമാക്കുന്ന മികവ്, അതാണ് അപ്പൊ എന്തൊക്കെയാ പള്ളി പറഞ്ഞത്? ഈ മാർഗത്തിൽ നിങ്ങൾ സഹിക്കുന്ന വിശപ്പ്, ദാഹം, മറ്റു ക്ലേശങ്ങൾ, പ്രതിയോഗികൾ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ നിങ്ങളുടെ സാന്നിധ്യം, പ്രതിയോഗികളുടെ മേൽ നിങ്ങൾ കരസ്ഥമാക്കുന്ന മികവും മേധാവിത്വവും, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ അല്ലാഹു പറയുന്നത്? ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സാലിഹ്. ഇതൊക്കെ അമലു സാലിഹായിട്ട് രേഖപ്പെടുത്തും. ഞാനൊക്കെ പണ്ട് സമസ്തന്റെ മദ്രസയിൽ പഠിച്ചതാണ്. അപ്പൊ സമസ്തന്റെ മദ്രസയിൽ പഠിക്കുമ്പോൾ അവിടെ ദീനിയാത്തും അമലിയാത്തും ഉണ്ട്. പിന്നെ കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ഖത്തറിൽ, അറബി മാതൃഭാഷയായ ഖത്തറിൽ ചെന്ന് നോക്കുമ്പോൾ അമലിയാത്ത് എന്ന് പറയുന്നത് സർജറിക്കാണ് അവിടെ പ്രയോഗിക്കുക. ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ദീനിയാത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളും, അമലിയാത്ത് എന്ന് പറയുന്നത് അനുഷ്ഠാന കാര്യങ്ങളുമാണ്. ആ അമലിയാത്തിൽ നമ്മൾ അമൽ സാലിഹ് പഠിച്ചിട്ടുണ്ട്. ഫർള് നമസ്കാരം അമൽ സാലിഹാണ്. സാധിക്കുമെങ്കിൽ സാധിക്കുന്നത്ര സുന്നത്തുകൾ അപ്പുറം ഇപ്പുറമൊക്കെ അതിന്റെ മട്ടിന്. ഫർള് നോമ്പ് അമൽ സാലിഹാണ്. പിന്നെ സുന്നത്ത് നോമ്പുകൾ ഉദാരമായി. ഹജ്ജ്, അങ്ങനെ സക്കാത്ത്, ഹജ്ജ് എല്ലാം അമൽ സാലിഹ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മള് അമൽ സാലിഹ് കുറെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അമൽ സാലിഹ് മുറുകെ പിടിക്കുന്നവരാണ്. പക്ഷേ ആ അമൽ സാലിഹ് ഒന്നും അള്ളാഹ് ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടില്ല. പകരം അള്ളാഹു വേറെ കുറെ അമൽ സാലിഹുകൾ എണ്ണി പറയാൻ. നമ്മുടേതുപോലെയുള്ള പ്രവർത്തന രംഗത്ത് ജീവിതം മുഴുവൻ ഈ മാർഗത്തിൽ ഒഴിഞ്ഞു വെച്ചവർ വിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തം വളരെ സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഉണർത്തുകയാണ്. അതൊക്കെ സൽക്കർമ്മങ്ങളായിട്ട് രേഖപ്പെടുത്തും. നമ്മൾ സഹിക്കുന്ന വിശപ്പ് ഒരു സൽക്കർമ്മമാണ്. നിങ്ങൾ റോഡ് വീതി കൂട്ടുന്ന വിഷയത്തിലായിരിക്കും. എല്ലാ വഴിയും അടഞ്ഞവന്റെ വഴിയാണ് പെരുവഴി. ആ പെരുവഴി കൂടി സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതോടുകൂടി മര്യാദക്കൊന്നും മുറ്റത്തിറങ്ങി നിന്ന് നടുറോട്ടിൽ നിന്നൊന്ന് അലമുറയിടാൻ പോലും ഒരു പൊതുവഴിയില്ലാതെ പോകുന്ന ഒരു സംസ്കാരത്തിനെതിരെ നമ്മളൊരു സമരവുമായിട്ട് രംഗത്ത് വരുന്നുവെങ്കിൽ ആ സമരത്തിൽ നമ്മൾ നിലപാടെടുക്കുന്നത് നമ്മുടെ കൃത്യമായ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. കാരണം മർദ്ദിതരും നിലനിൽപ്പിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പൊ അടുത്ത്. പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ അടുത്ത സമയത്ത് എല്ലാ സ്ഥലത്തും ചിരിക്കുന്ന ഫോട്ടോയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്ഥാനാർത്ഥികളുടെ ചിരിക്കുന്ന ഫോട്ടോ. എല്ലാവരും ചിരിക്കും ഒരർത്ഥമല്ല. ചില ആളുകളുടെ ചിരി, ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് ഇപ്രകാരം ചിരിച്ച് നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി വോട്ടും മേടിച്ചു പോയിട്ട് ഒരു വിശേഷവുമില്ലാതെ ഇപ്പൊ തിരിച്ചു വന്നപ്പോഴും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിരിയാണ്. അപ്പൊ പല അർത്ഥവുമുള്ള ചിരിയാണ്. ഈ എല്ലാ ചിരികളോടും അങ്ങനെ തന്നെ പ്രതികരിക്കാനും ആളുകൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോടുള്ള തിരിച്ചുള്ള ചിരിയും അതേ സ്വഭാവത്തിലാണ്. ഇത് ആദ്യം നമുക്ക് മനസ്സിലായിരുന്നില്ല, ഇപ്പൊ നമുക്ക് മനസ്സിലായത് കൊണ്ട് വലിയ നിരാശയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഒരുപാട് അജണ്ടകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഞാൻ മറ്റേത് മുഷിപ്പ് മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഒരുപാട് അജണ്ടകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ അജണ്ടകളിലൊക്കെയും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ബഹളങ്ങളുടെ പിന്നാലെ, ഓരോന്നിന്റെയും പിന്നാലെ അപ്പുറവും ഇപ്പുറവും നോക്കാതെ എടുത്തു ചാടുകയല്ല. കാരണം ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി, അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി, ജീവിതത്തിന് വേണ്ടി അലമുറയിടുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന ചോദ്യം
ഒരു നബിയെ വിട്ട ശേഷം, തന്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം, ആ പോളിസി അനുസരിച്ച് പ്രോഗ്രാം ഉണ്ടാക്കാത്തവരെ ആക്ഷേപിച്ച ശേഷം, ആ ആക്ഷേപത്തിനപ്പുറം അവർക്ക് ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയ ശേഷം, ഇതൊന്നും കണ്ടില്ലെന്നും അടിച്ചുകൊണ്ട് വെല്ലിപ്പ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പറയട്ടെ എന്ന് വിചാരിക്കാൻ അള്ളാന്റെ കാര്യത്തിൽ നമുക്ക് കഴിയുമോ? അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കർമ്മ മണ്ഡലങ്ങളിലേക്ക് കൈവച്ചിട്ടുള്ളത്. ആ കർമ്മമണ്ഡലങ്ങളിൽ നമ്മൾ കൈവച്ചിട്ടുള്ളത് നമ്മുടെ അടിസ്ഥാനങ്ങളായ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദർശത്തിന്റെ സമഗ്രത, കാഴ്ചപ്പാടിന്റെ സന്തുലിതത്വം, നീതിയോടുള്ള ആ പ്രതിബദ്ധത, ഈ 3 സംഗതികളും കൈവിട്ടുകൊണ്ട് ഇഖാമത്തുദ്ദീനിന്റെ മാർഗത്തിൽ ലെവലേശം മുന്നോട്ട് പോകാനാവില്ല എന്ന്. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ സ്വഭാവത്തിൽ നമ്മൾ അപ്പൊ ഈ ഇഖാമത്തുദ്ദീനു വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പൊതുവായ ഒരു അവതരണമാണ്. ഇനി ഇഖാമത്തുദ്ദീനു വേണ്ടി ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് എന്ത് പദ്ധതിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതിനെ പറ്റി പല ചർച്ചകളും ഉണ്ട്. അതിൽ ദഅവത്ത്, ഇസ്ലാഹ്, ഇത്ലാഖ്, ഇമാറത്ത്, ഹുക്മ്, 5 പദ്ധതികൾ പ്രവാചകന്മാർക്കുള്ളതായി ഖുർആൻ പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ദഅവത്ത് എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഇസ്ലാഹ് എന്ന് പറയുന്നതും ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ദൈവേതരമായ വ്യവസ്ഥയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാം, ദൈവേതര സംവിധാനത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാം, ദൈവേതര പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാം എന്നും പറയാം ഇത്ലാഖ്. 4-മത്തത് ഇമാറത്ത് എന്ന് പറഞ്ഞാൽ ആ ജനതയുടെ നേതൃത്വം ഏറ്റെടുക്കുക. 5-മത്തത് ഹുക്മ്, അവരുടെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കുന്ന അതോറിറ്റി, അള്ളാഹുവും റസൂലുമാകുന്ന വിധം കാര്യങ്ങളെ പുനഃക്രമീകരിക്കുക. ഈ 5 പദ്ധതികളുടെയും സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് 3 കാര്യം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അതിൽ 1-മത്തെ കാര്യം, ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം നാളിതുവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാര്യം, 19 കൊല്ലവും മഹാവിപ്ലവം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വോട്ടിന് മത്സരിച്ച് നോക്കുമ്പോൾ എത്ര വോട്ടാപ്പം നിങ്ങൾക്ക് കിട്ടിയത്? ഇതാ നിങ്ങളെ ശക്തി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം എവിടെയാണ് പണിയെടുത്തത്, ശ്രദ്ധിച്ചത്? ആ ശ്രദ്ധയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം 1-മത്തത് ഈ സമുദായത്തിന്റെ ആദർശവൽക്കരണമാണ്. ഈ സമുദായത്തിന്റെ ആദർശവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാക് വിഭജനത്തിന്റെ പശ്ചാത്തലം ചരിത്രം പഠിച്ചു നോക്കണം. കൂട്ടത്തോടെ ഗ്രാമങ്ങൾക്ക് പിറകെ ഗ്രാമങ്ങൾ എന്ന മട്ടിൽ മുർത്തദ്ദുകളായ ദയനീയമായ അവസ്ഥ അന്ന് ഇന്ത്യ കണ്ടിട്ടുണ്ട്. 948 പുനഃസംഘടിപ്പിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്ക് 1956 ഔദ്യോഗികമായിട്ട് ഭരണഘടന വന്നത്. എന്താ അതുവരെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അത്രമാത്രം അരക്ഷിതവും അനാഥത്വവുമായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ അതുകൊണ്ട് ഈ സമുദായത്തെ ആദർശവൽക്കരിക്കണം. ഈമാനികമായ കരുത്തിനേക്കാൾ ഒരു വലിയ കരുത്തുമില്ല. നേരത്തെ ഞാൻ അള്ളാഹിനെ കുറിച്ച് 1-2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ റബ്ബാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ രക്ഷകൻ അള്ളാഹുവാണ്. നമ്മുടെ പ്രതിയോഗികളും ശത്രുക്കളും എത്ര കോപ്പും സംവിധാനങ്ങളും ഉള്ളവരുമാണെങ്കിലും അന്തിമ വിശകലനത്തിൽ അവർക്ക് റെഡ് ഓഫീസ് ഇല്ല എന്ന് അള്ളാഹ് പറയാണ്. നിങ്ങളുടെ കേന്ദ്രം, നിങ്ങളുടെ അന്തിമ അതോറിറ്റി അള്ളാഹുവാണ്. ഈ പ്രതിയോഗികൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഹെഡ് ഓഫീസും ഇല്ല. അതുകൊണ്ട് ഈമാനിക കരുത്തിന്റെ മുമ്പിൽ ഏത് ശക്തിയും തകരും. ഈമാനിക കരുത്ത് ഏറ്റവും വലിയ കരുത്താണ്. അതിന്റെ വിശദാംശങ്ങൾ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് അത്യുന്നതർ. ഇന്ത്യയിലെ ഇസ്ലാമിക് മുസ്ലിം സമൂഹത്തെ ഈമാനിക കരുത്തുള്ളവരാക്കാൻ ഉള്ള മാർഗം ഇസ്ലാമികവും വൈജ്ഞാനികവുമായ അടിത്തറ ഭദ്രമാക്കിക്കൊണ്ടുള്ള ഒരു സേവനമാണെങ്കിൽ ആ സേവനത്തിൽ എന്നും മുന്നിൽ നിന്ന പ്രസ്ഥാനം ആണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഉറുദുവിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ സമഗ്രമായ ഇസ്ലാമിനെ മുസ്ലിമിനോ അമുസ്ലിമിനോ വായിക്കാൻ പറ്റിയ രൂപത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ പുറത്തിറക്കിയത് ആര്? അത് സമാന സ്വഭാവത്തിലുള്ള പണികളിൽ ഏർപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂ. അതിന്റെ കാരണം അതാണ്. ഇതാണ് 1-മത്തെ പണി. ഇത് കുറെ കൂടി ത്വരിതപ്പെടുത്താൻ നമ്മൾ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളതാണ്. 2-മത്തെ മാർഗം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമാണ്. നമ്മളിപ്പോ തല മുഴുവനും തടവണോ വേണ്ടേന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നമുക്ക് തല വേണ്ട എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പ്രതിയോഗികൾ ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൈ കെട്ടേണ്ടത് നെഞ്ചത്താണോ അതല്ല വയറുമേലാണോ അതിന്റെ താഴെയാണോ എന്നതിൽ തീർപ്പ് കൽപ്പിക്കുക വളരെ പ്രയാസകരമാണെങ്കിലും നമുക്ക് കൈ തന്നെ വേണ്ട എന്ന കാര്യത്തിൽ നമ്മുടെ പ്രതിയോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്ക വിഷയമേ അല്ല. സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരു നിലപാടിലെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കൂട്ടർക്ക് ഒരു പള്ളിയും ഉണ്ടാകേണ്ടതില്ല എന്ന കാര്യത്തിൽ നമ്മുടെ പ്രതിയോഗികൾ എന്നോ യോജിപ്പിലെത്തിയിരിക്കുന്നുവെന്ന് നമ്മൾ അറിയണം.
ഇതാണ് ചുറ്റുപാട്. ഈ ചുറ്റുപാടുകൾ വായിക്കണം. അല്ലാതെ നമ്മുടെ മൂന്നാം മുന്നണി പോലെ ഇലക്ഷൻ ഷെഡ്യൂൾ വന്ന മുന്നണി ചർച്ച, ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടുകൂടി എല്ലാം ഹലാസ്, അങ്ങനെ രക്ഷപ്പെടുന്നതല്ല ഇന്ത്യ രാജ്യത്തിന്റെ പതിതാവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വളരെ അവധാനതയോടെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം, മുസ്ലിം ഉമ്മത്ത് എങ്ങനെയെങ്കിലും ഒന്നും ഐക്യപ്പെടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം, നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. അപ്പൊ അടിസ്ഥാനം അതാണ്. എന്നാ പിന്നെ ഞങ്ങൾക്കൊക്കെ കൂടി ഞങ്ങളുടെ തീരം അങ്ങോട്ട് ചേർന്നിട്ട് ഈ കൂടി അങ്ങോട്ട് പിടിച്ചിട്ട് തക്ബീർ ചൊല്ലിയാൽ തീരൂലേ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ആരുടെ കയ്യിലാണോ ഈ ഹബലുള്ളത് അതിന്റെ പിന്നിലാണ് ഐക്യം. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ നിങ്ങൾ ശിഥിലമാകും, ശിഥിലമായാൽ കാറ്റുപോകും. അള്ളാഹ് പറയാണ്, ശിഥിലമാകും, ശിഥിലമായാൽ കാറ്റുപോകും. അപ്പൊ ഐക്യപ്പെടാനുള്ള മാർഗം ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് രണ്ടാമത്തത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം സാധ്യമാകണമെങ്കിൽ അടിസ്ഥാനവും ശാഖയും മുസ്ലിം ഉമ്മത്തിന് തിരിച്ചറിയാൻ കഴിയണം. നേരത്തെ ഞാൻ സന്തുലിതത്വം എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെട്ട കുറെ വർത്തമാനങ്ങൾക്ക് പഴുതുണ്ട്, ഞാനത് വിടുകയാണ്. മൂന്നാമത്തെ കാര്യം, ബാലറ്റിനേക്കാൾ ബുള്ളറ്റിനേക്കാൾ ശക്തിയുണ്ട് ബാലറ്റിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബുള്ളറ്റിനേക്കാൾ ശക്തി ബാലറ്റിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കിയിട്ട് മുസ്ലിം സമുദായം ഒരു വോട്ട് ബാങ്കായി മാറണമെന്നല്ല. മുസ്ലിമും അല്ലാത്തവരും എന്ന ഒരു വേർതിരിവ് ഏത് രംഗത്തുണ്ടായാലും, വോട്ട് ഉൾപ്പെടെ ഏത് രംഗത്ത് വന്നാലും ആ വിഭജനത്തിന്റെ പ്രയോജനം ഫാസിസ്റ്റുകൾക്കായിരിക്കും എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ബാലറ്റിന്റെ വില മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിശാലമായ സമീപനം നിലപാടുകളിലും കാഴ്ചപ്പാടുകളിലും കാത്തു സൂക്ഷിക്കാൻ മുസ്ലിം സമൂഹത്തിന് കഴിയണം. നമ്മൾ ഒരു കാലത്തും സാമുദായികതയുടെ ഗുണഭോക്താക്കളായിട്ടില്ല. സാമുദായിക വികാരത്തിന്റെ വഴിയെ പോകുന്നവർക്ക് കിട്ടുന്ന അത്രയും വോട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ സാമുദായികതയുടെ വഴിയെ പോയിരുന്നെങ്കിൽ പാകിസ്ഥാനിന്റെ രാഷ്ട്രപിതാവ് സയ്യിദ് അബുൽ ആല മൗദൂദിയാകുമായിരുന്നു. അതിനുള്ള വിവേകവും അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്നു മുതൽ സാമുദായികതക്കെതിരെ നമ്മൾ പുറംതിരിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും ആ വഴിയെ നമ്മൾ പോകൂ. കാരണം നീതി എന്നതും സാമുദായികതയും തമ്മിൽ പലപ്പോഴും മുടക്കിക്കൊണ്ടിരിക്കും എന്നത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സാമുദായികതയുടെ അതൊരു വോട്ട് ബാങ്കാക്കി മാറ്റി അതിന്റെ ആനുകൂല്യം പറ്റാൻ നമ്മൾ മുറിവുണ്ടാക്കുന്നവരും മുറിവുണക്കുന്നവരും തമ്മിലുള്ള അന്തരം വളരെ പ്രധാനമാണ് എന്നും, മുറിവുണ്ടാക്കുന്ന നിലപാടിൽ നിന്ന് പിറകോട്ട് പോന്നാൽ അവരുമായിട്ട് കൂടുന്നതിന് നമുക്കൊരു വിയോജിപ്പില്ലെന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മുസ്ലിങ്ങളുടെ വോട്ട് എന്നതിലല്ല നമ്മുടെ നോട്ടം. ഇന്ത്യക്കൊരു പാരമ്പര്യവും ഈ രാജ്യത്തിനൊരു പൈതൃകവുമുണ്ട്. ഇവിടെ എല്ലാ മനുഷ്യരും എല്ലാ വിയോജിപ്പുകൾക്കും അപ്പുറം ഇന്ത്യക്കാരൻ എന്ന നിലക്ക് ഒന്നിച്ചു പോയതിന്റെ നല്ല കാലങ്ങളെ കുറിച്ച് നമുക്ക് പറയാനാവും. ആ പാരമ്പര്യം നിലനിർത്താൻ, അത് നഷ്ടപ്പെടുന്നുവെങ്കിൽ തിരിച്ചു പിടിക്കാൻ, അതിലാർക്കൊക്കെ യോജിപ്പുണ്ടോ അവരെയൊക്കെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വേദി, അതാണ് ബാലറ്റ് ബുള്ളറ്റിനേക്കാൾ കരുത്തുള്ളതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 3 അജണ്ടകളും വിസ്തരിക്കുമ്പോൾ ഒരുപാട് അജണ്ടകളായി മാറും. ഈ അജണ്ടകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ആരെതിർത്താലും നമുക്ക് കരുത്തുണ്ടെങ്കിൽ, ഈമാനാണ് നമ്മുടെ കരുത്തെങ്കിൽ നമ്മളുടെ ശബ്ദം അന്തിമമായി വിജയിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.